നമുക്ക് പേടി, നമ്മളൊക്കെ ഭയം ആളുകളുടെ ഭയത്തെ റൂട്ടഡ് ആയിട്ട് എന്തുണ്ടാവുന്നുണ്ട് നമ്മുടെ സൈക്കിൾ. ഈ ഒരു കൾച്ചറലി ഈ ഒരു വിശ്വാസവും ഭയമൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് ഈ മന്ത്രവാദി ഇപ്രാവശ്യം മാർക്കറ്റ് ചെയ്തു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനി പുതിയ സാധനം എന്ത് ചെയ്യും, 5 വർഷം കൊണ്ട് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് AI-ൻ്റെ പ്രൊഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് പ്രൊഡിക്ഷൻ വരും. മാത്തമെറ്റീഷ്യൻ്റെ പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു, ബ്രസീൽ ജപ്പാനോട് തോൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറേയും കൂടിയും ഒരു സൈക്കോളജിക്കൽ വാറും കൂടിയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഒരു സൈക്കോളജി എലമെന്റ് എന്ന് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ, ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, പ്രോഫറ്റാണെന്ന് തോന്നുന്ന രീതിയിൽ പറയാൻ ചില മാനസിക രോഗങ്ങളും കാരണമാകാം. ഇദ്ദേഹത്തിന് അതുണ്ടെന്ന് പറഞ്ഞു വെക്കല്ല. പക്ഷെ ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് സാബി നേരത്തെ പറഞ്ഞു, അവർക്കൊരു ഭയമുണ്ട്, അവർക്കൊരു ആങ്സൈറ്റി ഉണ്ട്, ഒരു ശൂന്യത ഉണ്ട്. ഈ ശൂന്യതയാണ് ഇദ്ദേഹം ഫില്ല് ചെയ്യണത്. അങ്ങനെ ഈ ഇന്ത്യൻ സൈക്കിയെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഇപ്പം അടുത്ത 10 വർഷത്തിൽ ഏറ്റവും നന്നായിട്ട് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ബിസിനസ് ഒന്ന് ആസ്ട്രോളജിയാണ്. സാധാരണഗതിയിൽ ഒരു കളിയിൽ എപ്പോഴാണ് അടിക്കുക എന്നുള്ളതിന് ഏകദേശം കളി ഒബ്സർവ് ചെയ്യുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റും. ഇന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബ്രസീൽ ആ സമയത്ത് അടിക്കുന്നു. എങ്ങാനും ഈ പറഞ്ഞ ഈ ഒരു കട്ട് മാത്രം വരികയും അതങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മളും എന്തായി മാറി, സ്ലോലി അത്തരത്തിലുള്ളൊരു പ്രോഫറ്റിക് സ്കില്ലുള്ള ഒരാളായി മാറി. പക്ഷെ അതേ സമയത്ത് ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഇത് സംഭവിച്ചില്ലെങ്കിൽ അതാരും ശ്രദ്ധിക്കുകയില്ല. ഒരു പക്ഷേ ഹെയ്റ്റേഴ്സായ ആളുകൾ അതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന് ചിലപ്പോൾ കളിയാക്കിയാൽ പോലും അതിൻ്റെ നമ്പർ കുറവായിരിക്കും. നമ്മുടെ ബ്രെയിനിന് ഈ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു പാറ്റേൺ കണ്ടെത്തുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഈ അപ്പഫീനിയ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം, അതാണ് പലപ്പോഴും ഒരു ആങ്ഷ്യസ് ആയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ത്രെട്ട് പിക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്, നമ്മൾ ഈ പ്രഡിക്ഷനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ സാധാരണ പറയുന്ന സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ്, ഒരുപാട് പ്രഡിക്ഷൻ നടത്തിയതിൽ ഒരു പ്രഡിക്ഷൻ ശരിയാവുമ്പോൾ അത് മാത്രം മീഡിയ ഹൈലൈറ്റ് ചെയ്യപ്പെടും, ആളുകൾ അത് മാത്രം റീൽസ് അങ്ങനത്തെ ആ പ്രഡിക്ഷനെ മാത്രം ലൈക്ക് അടിക്കും. അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ കൺഫർമേഷൻ ബയാസ് ഉണ്ടാവാം. അപ്പം ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സാണ് യഥാർത്ഥത്തിൽ ആളുകൾ ഈ പ്രഡിക്ഷൻ്റെ പിന്നാലെയും ഫ്യൂച്ചർ ഇതെന്താവും എന്ന് അറിയാനുള്ള രീതിയിലേക്ക് പോകുന്നത്. ഒരു ഓവർ കോൺഫിഡൻസിൽ ചില ഒബ്സർവേഷൻ്റെയും പ്രഡിക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതിന് എൻഡോസ് ചെയ്യാൻ ആളുകളുള്ളിടത്തോളം കാലം ഒരുപാട് ആൾക്കാർക്ക് ഈ മേഖലയിൽ സ്കോപ്പ് ഉണ്ട്, ഒരു കരിയർ ഇതിനകത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്.